ഇപ്പൊ മണിച്ചേട്ടനായിട്ടാണ് സെൻത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് മോക്ക് മനസ്സിലായി. ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് പല സിറ്റുവേഷനിലും. എനിക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൂവീസിലൂടെ കണ്ടൊരു മനുഷ്യന്റെ ചെറിയ മാനറിസം കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ശരിക്കും ഇതൊരു പറ്റിക്കുന്ന ക്യാരക്ടർ ആണ് എന്ന് ആണ് പറഞ്ഞത്. അത് ശരിക്കും അങ്ങനത്തെ ആയിരുന്നു? അതോ ഡീപ്പ് ലവ് ആയിട്ടാണോ അതോ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ? ഇല്ല, ഫസ്റ്റ് ഡീപ്പ് ലവ് ആയിരുന്നു. പിന്നെ നോക്കുമ്പോ അച്ഛൻ പറഞ്ഞ് എന്നെ ഇങ്ങനെ തിരിപ്പിച്ചതാണ് സിനിമയ്ക്കകത്ത്. അച്ഛൻ എടുത്തു വരുന്നുണ്ട് പണവും പ്രശസ്തിയും നോക്കി. അപ്പൊ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ, മണിച്ചേട്ടൻ ലൈഫിൽ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് സിനിമയിലൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു പോലീസുകാരന്റെ ആലോചന വന്നപ്പോ അത് ബേസ് ചെയ്തിട്ടാണ് എനിക്കുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ്. ഓക്കെ, എനിക്കൊരു നല്ലൊരു മിമിക്രി കാണിച്ചു തരാം. എനിക്കെന്നല്ല, എന്റെ പ്രേക്ഷകർക്ക്. മോഹനവല്ലി അമ്മേ, അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ വെക്കണമെന്നാ ഇവരൊക്കെ പറയുന്നത്. മോഹനവല്ലി അമ്മേ, 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 ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാണ് അമ്മ. ഇടവഴിഞ്ഞിപ്പുഴ അറബിക്കുള്ളതാണെങ്കിൽ അറബി തരുന്ന 700 കോടി അത് ആർക്കുള്ളതാ അമ്മ? അമ്മ, അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഭരിക്കാൻ ഇപ്പോൾ ഒരു മോഹമൊക്കെ തോന്നുകയാണ്. അതുകൊണ്ട് ചോദിക്കുക, ഇപ്പോഴത്തെ ഗവൺമെൻറ് ഒന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്നെ ഒന്ന് മന്ത്രിയാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞോട്ടെ. ഇതാന്നാ പറഞ്ഞ പെർഫെക്ഷൻ നോക്കരുത്, അതാ നോക്ക. എന്താ സെന്തിലിത്? ഞങ്ങളൊന്നും വിചാരിക്കുന്ന മാതിരിയേ അല്ല, ശരിക്കും ഭയങ്കര റേഞ്ച് ഉണ്ട്. എന്നിട്ടാണ് പാവം പോലെ ഇരിക്കുന്നത്. നോക്ക്, ശരിക്കും എനിക്ക് തോന്നുന്നു സകലകലാ വല്ലഭനായിരിക്കും. മണിച്ചേട്ടൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. കാര്യം ഇതൊക്കെ മണിച്ചേട്ടൻ കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല ഇത് നോവാന്നോ ചീത്തയാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നോ അങ്ങനെ കറക്ഷൻസേ പറയില്ല മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മാക്സിമം എൻകറേജ് ചെയ്ത് അങ്ങ് ഹൈറ്റ്സിൽ എത്താനേ പറയുള്ളൂ. ശരിക്കും ഷുഡ് അപ്രീഷിയേറ്റ്. പ്രേക്ഷകർ കണ്ടിട്ട് തന്നെ ഞെട്ടിയിട്ടുണ്ടാവും, ഉറപ്പ്. ഇനി അടുത്ത പ്രോജക്റ്റ് ഏതാ ചെയ്യാൻ പോകുന്നത്? അടുത്ത് പറഞ്ഞ വിനയൻ സാറിന്റെ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ 1-2 പേര് കഥ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പേടിയാണ് ഇനി അല്ല, എല്ലാം നല്ലതായിട്ട് ചെയ്യട്ടെ. അല്ല ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ മനുഷ്യരുടെ ഒരു വേദന തന്നെയാ. ആ സ്ഥാനം നമുക്ക് നികത്താൻ പറ്റിയില്ലെങ്കിലും ഏകദേശം മണിച്ചേട്ടൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അത്. കാര്യം ഞങ്ങൾക്കൊരു മണിച്ചേട്ടനെ തിരിച്ചു കിട്ടട്ടെ. ആരോടും യാത്ര പറയാതെ ഒറ്റയടിക്ക് പോയ ഒരു മനുഷ്യനാണ് മണിച്ചേട്ടൻ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് മനുഷ്യന്റെ മനസ്സിനകത്ത് ആ വേദന അങ്ങ് മായ്ക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇയാളുടെ പ്രോജക്റ്റ് ഏതൊക്കെയാണോ? ഇപ്പൊ ഒരു തമിഴ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചാടി ഹിന്ദി എന്നൊക്കെ പറഞ്ഞില്ല. ഒരു പ്രൊജക്ട് വന്നു, ഇതിപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, വന്നൊന്നുമല്ല. അല്ല, ഓക്കെ, നല്ല കാര്യം മോളെ. നമ്മളൊരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്സ് മേലിലേക്ക് നമ്മൾ പോവാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ താഴോട്ട് വരാനല്ല നോക്കണ്ടേ. ഇനി ഇവിടെ ആനിസ് കിച്ചണിൽ വരുമ്പോൾ ഒരു വലിയൊരു ഹീറോയിൻ ആയിട്ടും ഒരു വലിയ ഹീറോ ആയി ഇവിടെ വരണം. പക്ഷെ ഞങ്ങൾ വിളിക്കുമ്പോ ഇപ്പൊ ഡേറ്റ് ഇല്ല, പിന്നെ തരാം എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇവിടെ വരണം, സന്തോഷത്തോടെ വരണം. പക്ഷെ ഇത്രയും നേരം മണിച്ചേട്ടനും എല്ലാരും നമ്മുടെ അടുക്കളയിലേക്ക് വന്ന് കേറി പോയിട്ട് ഞാൻ ആഹാരം തന്നില്ല. അത് നല്ലൊരു കാര്യമല്ലേ? ഇത് കഴിച്ചോ? ഇതൊരു സ്പെഷ്യൽ സ്നാക്ക് ആയതുകൊണ്ട് പിന്നെ എടുത്തോളൂ. വേണ്ട, ഞാനല്ലേ ഉണ്ടാക്കിയത്. കഴിക്കാത്ത പക്ഷെ ആദിത്യ മര്യാദ എന്നൊക്കെ അത് അങ്ങോട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതേ ഉള്ളൂ. ഏത്തപ്പഴം വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ് ചെയ്ത് നല്ലതാണോ? സൂപ്പർ. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ സെൻറ്ററിന്? ഞാൻ കുക്ക് ചെയ്യില്ല, കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്സേ ഇല്ല ഭക്ഷണത്തോട്, ഇന്നത് വേണ്ടെന്നോ തിരിഞ്ഞടിക്കാത്ത എന്ത് ഞാൻ കഴിക്കും. പരീക്ഷണങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഇവിടെ കുറെ പേര് വന്ന് തേള് തിന്നു, പാറ്റ തിന്നു, പല്ല് തിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നോ? നമ്മുടെ നാട്ടിലല്ല, വെളിയിൽ പോകുമ്പോഴൊക്കെ നടക്കുള്ളേ. അല്ല, എനിക്ക് എന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആഹാരം. അത് എനിക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും.
റേനു കുക്ക് ചെയ്യോ? സെൽഫ് കുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ അധികം അറിയില്ല, എന്നാലും സെൽഫ് കുക്കിൽ എന്നാ ഉണ്ടാക്കും? ബ്രെഡ് ഓംലെറ്റ് ആണ്? അങ്ങനെയല്ല, ഇല്ല, അത്യാവശ്യം അറിയാം. പട്ടിണി ഇല്ലാതെ പോകും. അതെ, ഹോസ്റ്റൽ ലൈഫ് ആവുമ്പോഴത്തേക്ക് പറഞ്ഞാൽ നമുക്ക് കുറെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ രുചിയായിട്ട് ഭക്ഷണം അമ്മ തരുമ്പോ ഒരു ചമ്മന്തിയും ചോറും ആന്നേലും നമ്മൾ പരിസരം ഇല്ലാതെ കഴിക്കുന്ന ഏക ഒരു സാധനം. ഇതുപോലെ ഓരോ വെറൈറ്റി ഇത്രയും വെറൈറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് ദൈവാനുഗ്രഹം, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രാന്ത് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ ആഹാരം കഴിക്കാൻ ഒരു ഭ്രാന്താണ്. ഇപ്പൊ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഹെവി ഡിഷ് ഉണ്ടാക്കിയേനെ. പക്ഷെ എന്നാന്നറിയോ ഉണ്ടാക്കാഞ്ഞ് ഇവിടെ എനിക്ക് മണിച്ചേട്ടനെ ഒന്ന് പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. മാത്രമല്ല മണിച്ചേട്ടന്റെ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വന്നതാണ് സെൻത്തിൽ. അപ്പൊ മണിച്ചേട്ടന്റെ ഗ്യാപ്പ് അതങ്ങനെ തന്നെ, മണിച്ചേട്ടനാവാൻ ഒരിക്കലും പറ്റില്ല, ഒരാൾക്ക് പോലും പറ്റില്ല. പക്ഷെ എന്നാലും എത്താൻ സാധിക്കട്ടെ. ആ ഒരു വേദന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ മലയാളികളുടെ മനസ്സിലൊരു വേദനയുണ്ട്, അതങ്ങ് മായ്ക്കണം. മണിച്ചേട്ടൻ ഉണ്ട് നമ്മുടെ കൂടെ എന്നുള്ളത് മണിച്ചേട്ടൻ്റെ ആത്മാവായാലും കേൾക്കുന്നുണ്ട്. അത് സെന്തിലിൽ കൂടെ വന്നിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേപോലെ മണിച്ചേട്ടനെ പോലെ വലിയൊരു ആക്ടറായിട്ട് മാറട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രോത്സാഹനം ഞങ്ങൾ എൻ്റെ ഒരു പ്രേക്ഷകരുടെയും ഫുൾ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. അതേപോലെ തനിക്കും. ഇപ്പം ഫിലിമിൽ നല്ല കെമിസ്ട്രി ആയിരുന്നു, ഫുൾ തേപ്പുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നും പറഞ്ഞു. ഓക്കെ, അതേപോലത്തെ ഒരു ചെറിയ സീക്വൻസ്, അത് നിങ്ങൾക്ക് ലവ് ആയിരുന്നെന്നോ അതല്ലെങ്കിൽ ലവ് പ്രണയ സീനോ അല്ലെങ്കിൽ ഈ എന്നാ പറയാ തേച്ചിട്ട് പോകുന്ന പോലെ എന്നതാ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞി സീൻ എൻ്റെ പ്രേക്ഷകർക്ക് തന്നെ കാണിക്കോ? പക്ഷെ കുറെ അമ്മൂമ്മമാരുണ്ട് തിയേറ്ററിൽ പോവാൻ മേലാതെ ഇരിക്കുന്ന അമ്മച്ചിമാർക്ക് വേണ്ടി എനിക്കൊരു ചെറിയ റിക്വസ്റ്റ്. ഇത് മീനുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ പിന്നെ ഒരു ചാലിൽ കൂടെ ഒരു കനാലിൽ കൂടെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് വരുമ്പോൾ പറയുന്ന ഡയലോഗാണ്. ഉള്ള കൊഞ്ചും കരിമീനും ഒക്കെ കഴിച്ചിട്ടാവൂല്ലേ മീനുട്ടിക്ക് നല്ല വെയിറ്റ്. മീൻകാരുടെ മോളെന്താ പച്ചക്കറിയാ കഴിക്കണേ? മീനുട്ടീനെ കെട്ടിയിട്ട് വേണം എനിക്ക് വയറ് നിറച്ച് കൊഞ്ചും കരിമീനും കഴിക്കാൻ. നോക്കിയിരുന്നോ അച്ഛനെ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങും. മീനുട്ടി നോക്കിയോ, എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട്, നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കൊള്ളാലോ, എല്ലാത്തിനും തർക്കുത്തരേ പറയത്തുള്ളേ, നേരിട്ടുള്ള വർത്താനമൊന്നും ഇല്ല. മൊത്തം ഇങ്ങനെ കൗണ്ടർ കൊടുത്തോണ്ടേ. അത് പക്ഷെ എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളവരോട് പറയുന്ന പോലെ ആ ഒരു സംസാരിക്കുക വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആ ഒരു സർ അതാണ് ഏറ്റവും കൂടുതൽ. ഇനി ഒരു ആഗ്രഹം കൂടെ പറഞ്ഞോട്ടെ, മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ബഹളപ്പാട്ട്. മറ്റേ മനുഷ്യന് ഒരു സോഫ്റ്റ് ആയിട്ടാ വന്നു പോയേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല് കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ, മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല് കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ശരിക്കും ഇവിടെ സെന്തിലും റേനുവും വന്നു, ഏറ്റവും കൂടുതൽ മനുഷ്യരിനകത്ത് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിപ്പിച്ചാൽ ഐ എം സോ താങ്ക്ഫുൾ ടു യു. താങ്ക് യു വെരി മച്ച് മോളെ. ഇത്രയും സമയം കണ്ടെത്തി കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അതിന് സ്പെഷ്യൽ താങ്ക്സ്. ഈശ്വരനെ അനുഗ്രഹിച്ച് രണ്ടുപേരും നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോ ഒരു വലിയൊരു ഹീറോ, ഒരു വലിയൊരു ഹീറോ വരുമ്പോ ഇതിങ്ങനെ വിഭവം ഉണ്ടാക്കി ഞാൻ വെച്ചേക്കാം. പക്ഷെ അന്ന് വരുമ്പോ ഡേറ്റ് ഇല്ലെന്ന് മാത്രം വിളിച്ച് പറഞ്ഞു. താങ്ക് യു വെരി മച്ച് മോളെ. താങ്ക് യു മച്ച്. എന്റെ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയൊരു സമ്മാനം ഞാൻ പറഞ്ഞില്ലേ, മണിച്ചേട്ടനെ എനിക്ക് ഇതിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അതിന് പകരം മണിച്ചേട്ടന്റെ പകരം ഒരാള് നമ്മുടെ ഇടയിലേക്ക് വന്നു സെന്തിൽ. ആ സെന്തിൽ പറയുന്നത് പോലെയും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് സെന്തിലിന് അത് സാധിക്കട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം സെന്തിൽ എടുക്കട്ടെ, അതിനുള്ള ഫുൾ പ്രോത്സാഹനവും നമുക്ക് കൊടുക്കാം.